രോഗിയെ ആശുപത്രിയിലെത്തിച്ച് തിരികെ വരുന്ന വഴി സ്വകാര്യ ആംബുലൻസ് ഉടമയ്ക്കും ആംബുലൻസ് നഴ്സിനും നേരെ ഓട്ടോറിക്ഷക്കാരന്റെ അതിക്രമം. രാജാക്കാട് ആശുപത്രിയിൽ നിന്നും ആക്സിഡന്റ് പറ്റിയയാളെ തൊടുപുഴ ആശുപത്രിയിലെത്തിച്ച് മടങ്ങുന്ന വഴി നേര്യമംഗലത്ത് വെച്ചാണ് സ്വകാര്യ ആംബുലൻസ് ഉടമയായ അഷ്റഫിനും ആംബുലൻസ് നഴ്സിനും നേരെ ഓട്ടോറിക്ഷ ജീവനക്കാരന്റെ ആക്രമണമുണ്ടായത്. ആംബുലൻസ് ഓട്ടം തടയുകയും ആംബുലൻസ് ഉടമയെയും നഴ്സിനെയും വണ്ടിയിടിപ്പിച്ച് പരിക്കേൽപ്പിക്കുകയും അസഭ്യവർഷം ചൊരിഞ്ഞതായുമാണ് പരാതി. അടിമാലിയിലെ സ്വകാര്യ ആംബുലൻസ് ഉടമയ്ക്കും ആംബുലൻസ് നഴ്സിനും നേരെയാണ് ഓട്ടോറിക്ഷ ജീവനക്കാരന്റെ ആക്രമണമുണ്ടായത്. രാജാക്കാട് ആശുപത്രിയിൽ നിന്ന് ബൈക്ക് ആക്സിഡന്റ് പറ്റിയയാളെ തൊടുപുഴയിലെ ആശുപത്രിയിലെത്തിച്ച് തിരികെ വരുന്ന വഴി നേര്യമംഗലത്ത് വെച്ചാണ് സംഭവം. ഉടനെ ഇവൻ എന്തായാലും നേരിയാല പാർത്തിന് 10 തവണ വട്ടം വെച്ച് നേരിയാല പാലം കഴിഞ്ഞ് പോകുന്ന വട്ടം ഞാൻ ചേർത്തങ്ങ് നിർത്തി ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ആൾക്കാരെല്ലാം ഓടിക്കൂടി എല്ലാവരും മറിക്കാൻ പോകണമെന്ന് ഞാൻ ഒന്നിനുമില്ല, നമുക്ക് സമയമില്ല. അപ്പോൾ ഇവനെന്ത് ചെയ്തു, ഇവൻ ഇടത് സൈഡിൽ നിന്ന് ഇറങ്ങിയിട്ട് സൈഡ് ചേർന്ന് നിന്നിട്ട് ഇവൻ്റെ വീഡിയോ മൊത്തം പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഓട്ടോറിക്ഷക്കാരൻ രഞ്ജു എന്നാണ് ഓട്ടോറിക്ഷക്കാരൻ്റെ പേര്, അവൻ്റെ വണ്ടിയുടെ പേര് ഓമനാമ എന്നാണ് എഴുതിയിരിക്കുന്നത്. നേരെ അങ്ങോട്ട് വണ്ടി ഓടിക്കുന്നതാണ്. നേര്യമംഗലത്ത് വെച്ച് ഓട്ടോറിക്ഷ ജീവനക്കാരൻ ആംബുലൻസിനെ പലതവണ വട്ടം വെച്ച് ഓട്ടം തടസ്സപ്പെടുത്തുകയും നേര്യമംഗലം പാലം കഴിഞ്ഞ് ആംബുലൻസ് തടഞ്ഞ് വാഹനം നിർത്തുകയും ചെയ്തു. തുടർന്ന് ആംബുലൻസിൽ നിന്നും ഇരുവരും ഇറങ്ങുകയും ആക്രമിക്കാൻ വന്നയാളുടെ ദൃശ്യം പകർത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഓട്ടോറിക്ഷ ജീവനക്കാരൻ അസഭ്യവർഷം ചൊരിയുകയും ആംബുലൻസ് നഴ്സിനെയും ആംബുലൻസ് ഉടമയായ അഷ്റഫിനെയും ഓട്ടോറിക്ഷ ഇടിപ്പിക്കുകയും ചെയ്തു. നഴ്സിന് 4 പല്ലുകൾ ഇളകുകയും പരിക്കേൽക്കുകയും ചെയ്തു. ICU ആംബുലൻസിൽ വണ്ടിയിടിപ്പിച്ച് ആംബുലൻസിനും കേടുപാടുകൾ സംഭവിച്ചതായുമാണ് പരാതി. വാഹനം എടുത്തിട്ട് ഇവൻ വീഡിയോ പിടിക്കാനുണ്ട്. ഇവരെ ആ വണ്ടി വെച്ച് ഇടി വെച്ചു. ഉടനെ ഇവൻ്റെ 4 പല്ലിളകിയിട്ടുണ്ട്. ഉടനെ ഇവരെ ഞങ്ങളെല്ലാവരും കൂടി പിടിച്ച് കയറ്റുന്നവരാകുമ്പോൾ വണ്ടി റിട്ടേൺ തിരിച്ചു കൊണ്ടിട്ട് എന്നെ ഇടിക്കാൻ പോകും. അപ്പോൾ ഞങ്ങൾ ഓടി മാറിയ സമയത്ത് എൻ്റെ ICUവിൻ്റെ ബാക്കിൽ കൂടെ വന്നവൻ തട്ടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ പോയിട്ട് ഭയങ്കര ചില്ലമണി ഒരു 10-20 ആളുകൾ അവിടെ കൂടിയ ആളുകൾ മുഴുവൻ അവനെ പിടിച്ച് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോരുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മളിവിടെ വന്ന് ഇൻഡിക്കേഷൻ കൊടുത്ത് ഈ രീതിയിൽ നിൽക്കുന്നത്. ഇപ്പം നിലവിൽ പുള്ളിക്ക് വാ തുറക്കാനും പറ്റുന്നില്ല, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഈ ആംബുലൻസുകളുടെ മേത്തേക്ക് എന്തെങ്കിലും ചൂട്ടടിച്ചിട്ട് നടക്കുന്ന ആളുകൾ പറയുന്നതിനനുസരിച്ച് നമുക്ക് കേരളത്തിൽ വണ്ടി ഓടിക്കലും നടക്കില്ല. പരിക്കേറ്റ നഴ്സിന് ഭക്ഷണം കഴിക്കുവാനോ സംസാരിക്കുവാനോ സാധിക്കാത്ത സ്ഥിതിയാണ്. ആംബുലൻസ് ജീവനക്കാർക്ക് നേരെയുള്ള ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്നും കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.